ഹായ്. അപ്പോൾ നമ്മുടെ പോളാർ എക്സ്പെഡിഷനിലുള്ള വോട്ടിംഗ് ആരംഭിച്ചു. എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ അവസാനം അപ്ലോഡ് ചെയ്ത വീഡിയോ ഈ fjallraven പോളാർ എക്സ്പെഡിഷനിൽ അവരുടെ കമ്പനിയിലേക്ക് അപേക്ഷിക്കേണ്ട ഒരു വീഡിയോ ആണ്. അതുകൊണ്ടാണ് അത് ഇംഗ്ലീഷിൽ തയ്യാറാക്കിയത്. അപ്പോൾ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. ചില ആൾക്കാർക്ക് അത് എന്താണെന്ന് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ എന്താണ് fjallraven പോളാർ എക്സ്പെഡിഷന് ചെറിയൊരു വിവരണം തരാം. അതോടൊപ്പം തന്നെ ഇതിൻ്റെ താഴത്ത് ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ലിങ്ക് ഉണ്ട്. ടൈറ്റ് കോമ്പറ്റീഷനാണ്, അറിയാലോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 60 രാജ്യങ്ങളിൽ നിന്നാണ് ഒരാളെ സെലക്ട് ചെയ്യുന്നത്. ആ ഒരാളാവാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ ആ ടാസ്ക് എത്രത്തോളം വലുതാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് പരമാവധി മാക്സിമം എൻ്റെ കൂടെ നിൽക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ആ ലിങ്കും അതിനെക്കുറിച്ചുള്ള കുറച്ച് വിവരണവും ഇതിന് താഴത്തുണ്ട്. ആ സംഗതി നിങ്ങൾക്ക് ഫേസ്ബുക്കിലോ അതുപോലെ വാട്സാപ്പിലോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി സർക്കിളിലോ ഒക്കെ ഷെയർ ചെയ്തിട്ട് എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു, കൂടെ ഉണ്ടാവുമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകത്തിൽ നിന്ന് തന്നെ ലോകത്തിനെ 10 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ നമ്മുടെ കാറ്റഗറി എന്ന് പറഞ്ഞത് ദി വേൾഡ് എന്ന് പറയും. അതിൽ 60 രാജ്യങ്ങളുണ്ട്. ഈ ഓരോ കാറ്റഗറിയിൽ നിന്നും ഓരോ ആൾക്കാരെ വോട്ടിങ്ങിലൂടെ സെലക്ട് ചെയ്യും. പിന്നെ ഓരോ ആൾക്കാരെ ജൂറി സെലക്ട് ചെയ്യും. അങ്ങനെയാണ്. അപ്പോൾ നിലവിൽ വോട്ടിങ്ങിലൂടെ സെലക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. മറ്റേത് ജൂറിയുടെ കയ്യിലാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ തിരഞ്ഞെടുക്കുന്ന ഈ ആളുകളെ, ഇങ്ങനെ ചൂസ് ചെയ്യുന്ന, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ചൂസ് ചെയ്യുന്ന ആളുകളെ ഈ സ്വീഡനിലുള്ള fjallraven എന്ന് പറയുന്ന കമ്പനിയാണ് ഈ യാത്രക്ക് കൊണ്ടുപോകുന്നത്. fjallraven ശരിക്കും ഈ മഞ്ഞിലൊക്കെ ധരിക്കുന്ന ജാക്കറ്റും ഷൂസും അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന കമ്പനിയാണ്. ആ കമ്പനി സ്വീഡനിലാണ്. നമ്മൾ ഇതിന് സെലക്ട് ചെയ്യപ്പെട്ടാൽ നമ്മുടെ കമ്പനി, നമ്മുടെ ഏതാണ് എയർപോർട്ട്, നാട്ടിലുള്ള എയർപോർട്ട്, അവിടുന്ന് എടുത്ത് തിരിച്ച് അവിടം വരെ എത്തിക്കുന്നത് അവരുടെ എക്സ്പെൻസിലാണ്. നമ്മൾ അവിടെ പോകുന്നു, സ്വീഡനിൽ പോകുന്നു, എന്തോ ചെറിയ ട്രെയിനിങ്ങോ അങ്ങനെ എന്തോ സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഫ്ലൈറ്റിൽ നോർവേയിൽ ഓസ്ലോയിലേക്ക് പോകുന്നു. അവിടുന്ന് പിന്നെ ബസ്സിൽ ഏതോ ഒരു സ്ഥലത്തേക്ക് പോകുന്നു. അവിടെ നിന്നാണ് ഈ യാത്ര ആരംഭിക്കുന്നത്. നമ്മുടെ ഈ ക്രിസ്മസ് അപ്പൂപ്പനൊക്കെ പോകുന്നൊരു വണ്ടി ഉണ്ടല്ലോ, ഈ മഞ്ഞിലൂടെ തിന്നി പോകുന്നൊരു വണ്ടി. അങ്ങനത്തെ ഒരു വണ്ടിയിൽ ഒരാൾ, ആ വണ്ടി വലിക്കാൻ ഈ പ്രത്യേകം പരിശീലനം നേടിയ 6 നായ്ക്കളുണ്ടാവും. ആ നായ്ക്കളാണ് ഈ വണ്ടി വലിച്ചുകൊണ്ട് പോകുന്നത്. അങ്ങനെ ആർട്ടിക് സർക്കിളിൽ, സ്കാൻഡിനേവിയൻ ആർട്ടിക് സർക്കിളിൽ ഏകദേശം 300 കിലോമീറ്ററാണ് യാത്ര ചെയ്യേണ്ടത്. അത് ഏകദേശം 7 ദിവസം കൊണ്ടാണ്. അതായത് ഈ 7 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഈ വണ്ടിയിൽ നമ്മൾ യാത്ര ചെയ്യുന്നു. അത് -30 മുതൽ -40 വരെ ഡിഗ്രി താപനിലയിലാണ്. 0 ഡിഗ്രിയിൽ വെള്ളം ഐസാവും. അതിനപ്പുറത്തേക്ക് അറിയാലോ, -40 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ആ അവസ്ഥ എന്ന്. എന്തായാലും ഇങ്ങനെയാണ് യാത്ര. ഇതിൻ്റെ ഇടയ്ക്ക് ബ്രേക്കുകളൊക്കെ ഉണ്ടാവും. ഭക്ഷണം നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കേണ്ടി വരും. അതുപോലെ തന്നെ സാധാരണ എന്താ പറയുക, സ്റ്റൗ ഒന്നും അവിടെ വർക്ക് ചെയ്യില്ല. സാധാരണ ലൈറ്റർ കൊണ്ടൊന്നും തീ ഉണ്ടാക്കാൻ പറ്റില്ല. പ്രത്യേകം മാഗ്നീഷ്യം റോഡ് എന്ന് പറഞ്ഞിട്ട് സാധനം, അതും വേറെ എന്തൊരു കത്തി പോലെ ഉണ്ട്, അതിനകത്ത് ഉരച്ചിട്ടാണ് നമ്മൾ തീ ഉണ്ടാക്കേണ്ടത്. അതുപോലെ ഈ സാധാരണ എന്താ പറയുക, ഫ്യൂലൊന്നും അവിടെ വർക്ക് ചെയ്യില്ല. അതുകൊണ്ട് സൂപ്പർ ഫ്യൂൽ എന്ന് പറഞ്ഞിട്ട് പെട്രോളിൻ്റെ ഏറ്റവും പ്യൂറസ്റ്റ് ആയിട്ടുള്ള ഫോമാണ്. അത് ഉപയോഗിച്ച് കത്തിക്കുന്ന ഒരു സ്റ്റൗ ആണ്. അതിൽ നമുക്കുള്ള ഭക്ഷണം നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ സ്ലെഡ് വലിക്കുന്ന ഈ 6 നായ്ക്കൾക്കുള്ള, ഡോഗ്സിനുള്ള ഭക്ഷണം നമ്മൾ തന്നെ കുക്ക് ചെയ്ത് കൊടുക്കണം. അങ്ങനെയൊക്കെയാണ് ഈ യാത്ര. പിന്നെ ക്യാമ്പിങ്ങും അതുപോലെ ഈ ആക്ടിവിറ്റീസും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടാവും. ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആണ്. അതുപോലെ തന്നെ ഒരുപാട് ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മളെ കൊണ്ട് കഴിയുന്നതിൻ്റെ മാക്സിമം നമ്മൾ ട്രൈ ചെയ്യുക. ഞാൻ ഇതിന് നേരത്തെ എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ പോലും നമ്മളെ കൊണ്ടൊക്കെ ഇത് പറ്റുമോ എന്നുള്ള ചെറിയൊരു നെഗറ്റീവ് തോട്ടിൽ തട്ടി നിൽക്കുകയായിരുന്നു ആഗ്രഹം. അത് മണാലി യാത്രയിൽ, മണാലി ചെന്ന് യാദൃച്ഛികമായിട്ട് ബാബുഖാനെ കാണാൻ ശ്രമിച്ചപ്പോൾ നടന്നില്ല. പിന്നെ ഒരു ദിവസം പെട്ടെന്ന് കാണാൻ പറ്റി. ബാബുഖാനത്ത് പോയി അവിടെ ഇരുന്ന് അദ്ദേഹത്തിൻ്റെ മുഖത്തുനിന്ന് അദ്ദേഹത്തിൻ്റെ ആ എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് കേട്ടപ്പോൾ, അതിൻ്റെ ഒപ്പം തന്നെ ഈ ചുമരിൽ അദ്ദേഹം ആ യാത്രയിൽ ഉപയോഗിച്ച ജാക്കറ്റും ഷൂസും ഒക്കെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് കണ്ടപ്പോൾ ഉണ്ടായ ഒരു ആഗ്രഹം, ഉണ്ടായതല്ല, അപ്പോൾ ആഗ്രഹത്തിൻ്റെ തീവ്രത വർദ്ധിച്ചു. അവിടെ വെച്ച് തീരുമാനിച്ചാണ്. എന്തായാലും എല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ, ഈ വീഡിയോ കാണുന്ന എൻ്റെ സുഹൃത്തുക്കളായ നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ, റൂട്ട് റെക്കോർഡ്സിൽ ആർട്ടിക് സർക്കിളിലെ ആ 300 കിലോമീറ്റർ സാഹസിക യാത്ര ഞാൻ എങ്ങനെയാണോ അനുഭവിക്കുന്നത് അതേ ഫീലോടെ വീഡിയോ സ്റ്റോറി ആയിട്ട് റൂട്ട് റെക്കോർഡ്സിൽ വരും എന്ന് മാത്രമേ എനിക്ക് വാക്ക് തരാൻ പറ്റുക. സാങ്കേതികമായിട്ട് സാധിച്ചാൽ എന്നും കൂടി ഉണ്ട് കേട്ടോ. ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. സാധാരണ ക്യാമറയും സാധാരണ ബാറ്ററി ഒന്നും അവിടെ വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ട്. നമ്മൾ സെലക്ട് ആകുമ്പോൾ നമ്മളതിന് വേണ്ട സാങ്കേതിക സംവിധാനങ്ങളൊക്കെ സംഘടിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നടത്തും. അപ്പോൾ വീണ്ടും പറയട്ടെ, നമ്മളവിടെ പോയി കഴിഞ്ഞാൽ ഞാൻ എന്താണ് അവിടെ അനുഭവിക്കുന്നത് അതേ തീവ്രതയോടെ വീഡിയോ സ്റ്റോറി ആയിട്ട് റൂട്ട് റെക്കോർഡ്സിൽ വരും. അതാണ് എനിക്ക് തരാനുള്ള വാക്ക്. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവണം. ഒരു വീഡിയോ ലിങ്ക് ഞാൻ താഴ്ത്തിടുന്നുണ്ട്. എന്താണ്
ഈ സംഗതി ഈ യാത്രയുടെ വിശദമായ ഡീറ്റെയിൽസ് ആയിട്ട് കമ്പനി ചെയ്തൊരു വീഡിയോ ഉണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ താഴത്തിടാം, അതൊന്ന് എടുത്ത് കണ്ടു നോക്കുക. അതിൻ്റെ ചില ക്ലിപ്സാണ് ഞാനിപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പോൾ ഇത് പറയാനാണ് ഇപ്പോൾ വന്നത്, വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. നമ്മൾ ഈ സംഗതി, ഈ ഒരു ടാസ്ക് എവിടെയെങ്കിലും എത്തിക്കുന്നത് വരെ നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ 24 hour എന്ന് പറയുന്ന പോലെ ഇതിൻ്റെ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. എല്ലാവരും ഇതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കിയിട്ട് എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. വോട്ട് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫേസ്ബുക്ക് അക്കൗണ്ട് വെച്ചിട്ടാണ് വോട്ട് ചെയ്യുന്നത്. അത് പോരാഞ്ഞ് ഈ ക്യാപ്ച എന്നൊരു പരിപാടിയുണ്ട്. എന്താണ്, നമ്മൾ റോബോട്ടല്ല, ഒരു മനുഷ്യൻ തന്നെയാണ് തെളിയിക്കാൻ വേണ്ടിയിട്ട് കുറേ ചിത്രങ്ങൾ വരും. അതിൽ ചിലപ്പോൾ ട്രാഫിക് ലൈറ്റ്സ് ഉണ്ടാവും, ചിലപ്പോൾ ചിമ്മിനികൾ ഉണ്ടാവും, ചിലപ്പോൾ റോഡിൽ എന്താ പറയുക സീബ്ര ലൈൻ കാണിക്കും. അതൊക്കെ സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ട്, അപ്പോൾ അതിനകത്ത് വൃത്തിയിൽ അതെന്താ നോക്കിയിട്ട് കറക്റ്റായിട്ട് ക്ലിക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകണമെന്ന് അഭ്യർത്ഥിക്കണം. ഒരു 2 മിനിറ്റ് സമയം എടുക്കും, പക്ഷേ എനിക്ക് വേണ്ടിയിട്ട് ആ 2 മിനിറ്റ് ഒന്ന് ചിലവഴിക്കണം. കാരണം ചില ആൾക്കാർ അത് വോട്ടിങ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ക്ലോസ് ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായി കാണുമ്പോൾ ഇത് വേണ്ടാന്ന് വെച്ച് ഒഴിവാക്കും. അങ്ങനെ ചെയ്യരുതെന്നുള്ളൊരു അഭ്യർത്ഥനയുണ്ട്. കാരണം വോട്ടിങ് തന്നെ വേണം, വേറെ മാർഗ്ഗമൊന്നുമില്ല. നമ്മുടെ കൂടെ തന്നെ ഇപ്പം നിലവിൽ ഈ 60 രാജ്യങ്ങളുടെ കാറ്റഗറിയിൽ നമ്മൾ മുന്നിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ അതൊട്ടും ശാശ്വതമൊന്നുമല്ല. കാരണം വേറെ ആൾക്കാർ മുന്നോട്ട് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. തൊട്ടടുത്ത് ഒരു ഹൈദരാബാദിൽ നിന്നുള്ള ഒരാളുണ്ട്. അപ്പോൾ പുള്ളിയൊക്കെ എന്തായാലും മുകളിലേക്ക് കയറി വരും. നമ്മളപ്പോൾ അതിനനുസരിച്ച് മുന്നോട്ട് പോയാലേ പറ്റുള്ളൂ. വരും ദിവസങ്ങളിൽ കൂടുതൽ ഓരോരോ തരം ക്യാമ്പയിനുമായിട്ട് ഞാൻ ഇറങ്ങുന്നില്ല. എന്തായാലും ഇതൊരു തീരുമാനിച്ചിറങ്ങിയാൽ പിന്നെ നമ്മൾ അങ്ങനെയാണല്ലോ, ജയിച്ച് കയറണം എന്നുണ്ട് എനിക്ക്. നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ എനിക്കത് 100% പറ്റുന്ന ഉറപ്പുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്, വേറെ ഒന്നുമില്ല. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. അപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. 1-2 പോസ്റ്റേഴ്സൊക്കെ ഉണ്ട്. ഞാൻ അതിനുവേണ്ടി ക്രിയേറ്റ് ചെയ്ത പോസ്റ്റേഴ്സ്, ഫോട്ടോ ഒക്കെ വെച്ചിട്ട്, അതും ഈ ലിങ്കും നിങ്ങളുടെ വക എന്തെങ്കിലുമൊക്കെ ഒരു ഓഡിയോ നോട്ടൊക്കെ വെച്ചിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയും ഫാമിലിൻ്റെയും ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ദയവ് ചെയ്ത് മാക്സിമം കഴിയുന്നതിൻ്റെ പരമാവധി എൻ്റെ കൂടെ നിൽക്കുക. നമുക്ക് ആർട്ടിക്കിലെ വീഡിയോസ് റൂട്ട് റെക്കോർഡ്സിൽ വരുത്തണം. Okay, thank you. First I saw butterflies, really I did, nobody believes me. Dogs, probably they are